കോടതിയിൽ കൊടുത്ത മൊഴിയിലുണ്ടായിരുന്ന കത്തിലുണ്ടായിരുന്ന നേതാക്കന്മാരുടെ പേരുകൾ അങ്ങേക്കും അറിയുള്ളതാണ്. എനിക്ക് എല്ലാവരുടെയും പേര് അറിയായിരുന്നു. പക്ഷെ അത് എല്ലാവരും ഇപ്പോഴും വിചാരിക്കുന്നത് അതൊരു കോൺഗ്രസ് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസ്സുകാരൊന്നും അല്ലായിരുന്നു അതിനകത്ത്. പല രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു, സിനിമയിലെ മഹാനടന്മാർ വരെ ഉണ്ടായിരുന്നു. നടന്മാർ മഹാനടന്മാർ കുറച്ചേ ഉള്ളൂ. അവർ വരെ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അതെല്ലാം ഒതുക്കി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പേജസിന്റെ എണ്ണം കൂടിയിരിക്കുന്നു. പഴയ കത്തിന്റെ തുടർച്ചയാണോ പുതിയതായിട്ട് എഴുതിയതാണോ? ആ പഴയ കത്ത് തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ കുറെ പേജും കൂടെ. അങ്ങനെ കൈയേഷൻ ശരിയാവുന്നത് കൈയേഷൻ സരിതയുടെ തന്നെ ആരെഴുതി? ആ ഫെനി അത് പിന്നെ ഗണേശേട്ടൻ പറഞ്ഞ അത് എഴുതണമെന്ന് പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ പേര് പരാതിയിലുണ്ടെങ്കിൽ സരിത എന്തിനായിരിക്കും ഗണേഷിന്റെ പിയോടൊപ്പം പോകാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ പേര് ഉണ്ടെന്ന് പറഞ്ഞ് അത് അവന് വായിക്കുമ്പോൾ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. ഇത്രയുള്ള എന്നോട് പറഞ്ഞത്. അത് ചെറിയ ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു എന്നോട്. അത് അങ്ങനെ തന്നെ ഫെനിയും പറയണമെന്ന് പറഞ്ഞു. ഈ പി സി ജോർജ് എവിടെ അതിനകത്ത് കടന്നു വരുന്നത്? പി സി ജോർജ് ഒരു ചുക്കും അറിയത്തില്ല, അതാണ് സത്യം. പി സി ജോർജ് സരിതയുടെ നമ്പർ വായിച്ചിട്ട് ഇങ്ങനെ പതിനഞ്ചരടിച്ചോണ്ടിരിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ജോലി. യഥാർത്ഥ ജോസാനമാനെ പേര് ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ജോസ് കെ മാണിയുടെ പേര് സരിത എഴുതിയതാണോ ഗണേഷ് കുമാർ നിർദ്ദേശപ്രകാരം എഴുതിയത്? എന്നോട് പറഞ്ഞു സരിത എഴുതിയതാണ്. ഗണേഷ് ഇവരാ എന്നെ കൊണ്ട് ഇത് എഴുതിപ്പിച്ച് അന്ന് പത്തനംതിട്ട ഇപ്പം ജില്ലാ ജയിൽ ഇപ്പോൾ ഇല്ല. അന്നേരം പത്തനംതിട്ട ജില്ലാ ജയിലുണ്ട്. ഞാൻ അകത്ത് കയറി പിന്നെ ഇവരെ പരാതിയെല്ലാം എഴുതി തന്നു. ഒരു 21 പേജ് പരാതി ഉണ്ടായിരുന്നു കറക്റ്റായിട്ട്. അത് ജയിലിൻ്റെ നിയമപ്രകാരം അത് രേഖപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ചോദിച്ചു ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. 21 പേജുണ്ടായിരുന്നു. രേഖപ്പെടുത്തി അവിടെ എടുത്തതിന് ശേഷം ഞാനിത് എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഫെനി ഇത് പരാതി പിന്നെ ഡ്രാഫ്റ്റ് ചെയ്യ്, ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് എന്നിട്ട് വെളിയിലെ ഗണേഷ് കുമാറിൻ്റെ PA നിൽപ്പുണ്ട് പ്രദീപ്. ഇപ്പം പ്രിയ പുള്ളിയുടെ PA ആണെന്ന് എനിക്കറിയത്തില്ല. പ്രദീപ് നിൽപ്പുണ്ട്. പ്രദീപിൻ്റെ അടുത്ത് ഇത് കൊടുക്കണം. അതുകൊണ്ട് പിന്നെ ഔദ്യോഗികമല്ലെന്ന് തോന്നുന്നു, കൂടെയുണ്ട്. അങ്ങനെ ഞാൻ വെളിയോട് ഇറങ്ങിയപ്പോഴാണ് ഈ പ്രദീപിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമന്ന കാറ്. അപ്പം ഞാൻ ചോദിച്ചു ഇതാരുടെ സമയത്ത് ഗണേഷ് സാറ് ഫെനിയെ കൊണ്ടുപോകാനായിട്ട് കാറ് അയച്ചു തന്നാന്ന് പറഞ്ഞു. ചുവന്ന സ്വിഫ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കാറുണ്ട്. അല്ലല്ല ഗണേഷ് സാറ് പറഞ്ഞ് ഗണേഷ് സാറിൻ്റെ ഈ വണ്ടിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞ്. മറ്റേത് പിന്നെ വേറൊരു ആളുണ്ട്, അത് സാറിൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് പുള്ളി വന്നോളൂ എന്ന് ഞങ്ങളുടെ കൂടെ കയറാൻ പറഞ്ഞു. അങ്ങനെ ആ റെഡ് കാറയിൽ കയറി ഞങ്ങൾ ഇതെല്ലാം വായിച്ച് നോക്കിയപ്പം ഓരോന്നോരോന്ന് വെച്ച് എല്ലാം വായിച്ച് നോക്കുമായിരുന്നു അദ്ദേഹം വായിച്ച് നോക്കിയിട്ട് അദ്ദേഹം കുറച്ച് ദൂരെ കണ്ടിട്ട് പറഞ്ഞ് ഇത് കൊള്ളാം, നമുക്കും പണി കിട്ടിയിട്ടുണ്ടല്ലോ സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ. അപ്പം ഞാൻ പറഞ്ഞു അതെന്താ പറഞ്ഞത്, ഇത് ഗണേഷ് സാറിൻ്റെ പേരും കാണുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട് ഗണേഷ് സാറിൻ്റെ പേരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അയ്യോ ഇത് പിന്നെ നമുക്ക് ഇട്ടിട്ട് പണിയാന്നല്ലോ, ഇത് എന്നിട്ട് ഇപ്പം എത്രയും പെട്ടെന്ന് വണ്ടി ഓടിച്ച് ഞങ്ങൾ ഏകദേശം ഒരു 10-11 മണിയായപ്പം ട്രിവാൻഡ്രത്ത് നിന്നു. അവിടെ ഒരു യുക്തിബോധത്തിന് നിരക്കാത്തൊരു സംഭവമുണ്ട്. ഗണേഷ് കുമാറിന്റെ പേര് പരാതിയിലുണ്ടെങ്കിൽ സരിത എന്തിനായിരിക്കും ഗണേഷിന്റെ പിയോടൊപ്പം പോകാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞത്? എന്നോട് അകത്ത് വെച്ച് തന്നെ പറഞ്ഞായിരുന്നത്. ഈ ഇതിന് ശേഷം എന്നോട് പറഞ്ഞായിരുന്നു ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ പേരും ഉണ്ടെന്ന് പറഞ്ഞ് അത് അവന് വായിക്കുമ്പോൾ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. ഇത്രയുള്ള എന്നോട് പറഞ്ഞത്. ചെറിയ ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു എന്നോട്. അത് അങ്ങനെ തന്നെ ഫെനിയും പറയണമെന്ന് പറഞ്ഞു. ഞാനത് അവരോട് പറഞ്ഞില്ല ഇങ്ങനെ. പക്ഷെ അവർ വായിച്ചപ്പം ഇങ്ങനെയാണ് സംഭവം കണ്ടത്. അതെടുത്തുകൊണ്ട് 11 മണി ആയപ്പോഴത്തേക്കാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അവിടെ തമ്പാനൂർ രവി അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ബാലകൃഷ്ണ പിള്ള സാറിൻ്റെ ഓഫീസിലേക്കാണ് പോയത് ആദ്യമേ. അവിടെ പോയതിനു ശേഷം ഇവർ ലെറ്ററുമായിട്ട് എന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ലെറ്ററുമായിട്ട് ഇവരെ എവിടെയോ പോയി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചപ്പോഴത്തേക്ക് 12:30 കഴിഞ്ഞു. അതിന് പിന്നെ എന്നെ വിളിച്ചുകൊണ്ട് അവിടെ പോയി. തമ്പാനൂർ രവി അദ്ദേഹത്തിൻ്റെ വീട്ടിലും അവിടെ പലരും ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസ്കസ് ചെയ്ത ശേഷമാണ് തമ്പാനൂർ രവി ഉണ്ടായിരുന്നു. ഗണേഷ് കുമാർ ഇല്ലായിരുന്നു. ഗണേഷ് കുമാർ എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി വേണ്ടുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പ്രദീപിനോട് പറഞ്ഞാൽ പ്രദീപാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ അവിടെ ചെന്നു കുറേ നേരം ഇരുന്ന ശേഷം ഇവർ ആ ലെറ്റർ ഗണേഷ് കുമാറിൻ്റെ പ്രദീപ് തന്നെ അങ്ങ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ബാലകൃഷ്ണപിള്ള സാറിനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ട് വരാം, ഞങ്ങൾ സാറിനെ തിരിച്ചു കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മണിയാകുമ്പോഴത്തേക്ക് എന്നെ തിരിച്ചു ഇവിടെ വിട്ട ശേഷം അപ്പം പരാതി കൊടുക്കുന്നതിൻ്റെ ടൈം വരുമായിരുന്നു. അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ കോടതിയിൽ ഹാജരായി. അന്നേരമാണ് പിന്നെ അദ്ദേഹം ജഡ്ജി പറയുന്നത് ഇനിയിപ്പം പരാതിയും കാര്യങ്ങളൊന്നും എഴുതണ്ട, അവരെന്തായാലും ചേട്ടൻ ഫെനിയുടെ ആവശ്യമൊന്നുമില്ല, അവർ സ്വന്തമായിട്ട് വന്നിട്ട് പരാതി എഴുതി ഇങ്ങ് തരട്ടെന്ന് പറഞ്ഞു.
എനിക്കൊന്നും മനസ്സിലായില്ല അദ്ദേഹം എന്തിനാ അങ്ങനെ പറഞ്ഞെന്നുള്ളത്. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അന്നേരം ഇപ്പോൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത മൊഴികളൊന്നും അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കണ്ടതാണ്, റെക്കോർഡ് ചെയ്യുന്നത് എല്ലാവരും കണ്ടതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ് അങ്ങനെ സംഗതി എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു. ആ പേപ്പർ എവിടെ പോയെന്ന കാര്യം ഇന്ന് വരെ ആർക്കും അറിയത്തില്ല. അതിനുശേഷം ഞാൻ എഴുതില്ല, പരാതിക്കാരിൽ നിന്ന് വരട്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെയും ജുഡീഷ്യറി ഒക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ പേപ്പർ എവിടെ പോയതാണെന്ന് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. എല്ലാം എഴുതുന്ന അദ്ദേഹം കണ്ടതാണ്. ഇവിടുത്തെ എല്ലാവരും എഴുതുന്നതായിട്ട് എല്ലാവരും മൊഴിയും കൊടുത്ത് എൻ്റെ മൊഴി ഇവിടെ എടുത്തതാണ്. ഞാൻ രജിസ്ട്രാറിനോട് പറഞ്ഞതാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് കണ്ടതായിരുന്നു. അപ്പം പിന്നെ അത് എങ്ങോട്ട് പോയെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, രാജു സാറ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പം വെളിയിൽ രാംകുമാർ സാറും അദ്ദേഹം സീനിയർ വക്കീലന്മാരെല്ലാം പിന്നെ ടി വിയിലൊക്കെ വന്നിട്ട് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുകയല്ലേ, അല്ലെങ്കിൽ പിന്നെ ഈ 1 മണിക്കൂർ അതിനകത്ത് എന്താ കാര്യം ചെയ്തതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി എഴുതിരുന്നെങ്കിൽ അന്ന് തന്നെ പരതങ്ങ് വിടത്തില്ലായിരുന്നു. ഇതെല്ലാം കേട്ട് എഴുതി നടപടിക്രമം കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഒത്തിരിയായി. അപ്പം ബെഞ്ച് ക്ലാർക്കും പിന്നെ വനിതാ പോലീസും ഞാനും എല്ലാവരും പറഞ്ഞ് അദ്ദേഹം ഇനി അതിനകത്ത് എന്തുവാണ് അതിനകത്ത് എഴുതി അത് മാത്രം ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ റെക്കോർഡഡ് ആയിട്ടുള്ള ആണ് കണ്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് ഒന്നും തന്നെ എഴുതിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് എഴുതിയത് എവിടെ പോയതെന്നുള്ളത് അത് ഇന്ന് വരെ ഒരു മിസ്റ്ററി ആയിട്ടാണ്. അവിടെ പറ്റിക്കപ്പെട്ടത് ഫെനി ബാലകൃഷ്ണനാണോ സരിതയാണോ? ഒരു പിടുത്തം ഞങ്ങൾ കറക്റ്റ് മൊഴി കൊടുത്ത സരിതയ്ക്കാണ് അതിനകത്ത് ദോഷം വന്നിരിക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്. താങ്കളും പറ്റിക്കപ്പെട്ടു, അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കളെയും പറ്റിക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ കണ്ടത് എഴുതി ഞങ്ങളെല്ലാം കണ്ടതാണ്. അതിപ്പോൾ എനിക്ക് ഇതൊരു ഹിഡൻ ഫാക്റ്റ് ഒന്നുമല്ല, ഇത് എല്ലാവർക്കും അറിയുന്ന സംഭവം. അത് പക്ക എഴുതിയതാ. പക്ഷെ അദ്ദേഹം എന്തിനാ അത് എഴുതിയില്ല, ഞാനൊന്നും എഴുതിയില്ല എന്ന് കണ്ടില്ലെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ എഴുതുന്നതെല്ലാം ഞങ്ങൾ ബെഞ്ച് ക്ലാർക്ക് വരെ പറഞ്ഞാണ് അദ്ദേഹം അത് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അപ്പം നമുക്ക് ചെന്നിട്ട് ഇനി പേനായാൽ എത്തി നോക്കാൻ പറ്റത്തില്ല അത് തന്നെയാണെന്ന് എഴുതുന്നത്. കണ്ടിട്ട് നമ്മളിപ്പോൾ ഒരു മൊഴി കൊടുക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് എഴുതുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹം എഴുതുന്നതായിട്ടല്ലേ നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. നീ എന്താ ചെയ്യുന്നത്? പിന്നീട് എങ്ങനെയാണ് പരാതി എവിടേക്ക് എത്തുന്നത്? പിന്നെ എന്നോട് പരാതി കൊടുക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ് അവരെന്ന് പറയുന്നുണ്ട്. സരിത പിന്നോട്ട് വന്നതുമില്ല. അവിടത്തേക്ക് ഈ ലെറ്റർ എവിടെ പോയെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് പിന്നീട് വന്നത്. എല്ലാം ഈ 21 പേജിലെ കത്ത് എഴുതുന്നത് അത് എവിടെ പോയെന്നുള്ളതാണ്. അവിടെ മുതലായി പ്രശ്നത്തിൻ്റെ ആരംഭം. ഓക്കെ, അങ്ങനെയാണ് മീഡിയക്കാരെല്ലാം ഇത് ഏറ്റെടുക്കുകയും ഈ കത്ത് പോയത് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എന്താ ഉറപ്പ്? ഈ പ്രദീപ് കൊണ്ട് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അടുത്ത് കൊടുത്ത് ബാലകൃഷ്ണപിള്ള സാർ എന്നെ വിളിച്ചിരുന്നു. സ്വന്തം മകന്റെ പേരുള്ള ഒരു പരാതി എന്നെ വിളിച്ചിരുന്നു. മകന്റെ അറിവോടുകൂടി അച്ഛൻ്റെ അടുത്ത് എത്തുമോ? വിളിച്ചിരുന്നു. ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഈ കേസിൻ്റെ കാര്യത്തിനൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാം പ്രാക്ടിക്കൽ ചെയ്ത് കൊടുക്കാൻ സരിത അദ്ദേഹത്തിന് നേരത്തെ മുതലേ അറിയാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഓക്കെ, ഞാൻ പറഞ്ഞ് സാറേ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കെന്തോ ചെയ്യാൻ പറ്റുമോ അതിനകത്തെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സന്താനമാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഇതന്നെ അദ്ദേഹം പറഞ്ഞത്. എനിക്ക് എൻ്റെ മോന് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കാത്തൊരു മോനാണെങ്കിൽ എനിക്ക് അവനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറ് എൻ്റെ സന്താനം ശരിയല്ലെങ്കിൽ ഞാൻ എന്തിനാണ് പിന്നെ ഇതിനെ പുറകെ എൻ്റെ മോനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഫെനി എൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കും. പിന്നെ ജാമ്യത്തിനും എന്തെല്ലാം ഫെനി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, സഹായിക്കാൻ പറഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനെതിരായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ധാർമ്മികത എങ്കിലും ഈ ബാധിക്കപ്പെട്ട പെൺകുട്ടിയെ സഹായിക്കാൻ പറഞ്ഞു. വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, അത് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാൻ തോന്നുന്നു. അതിനുശേഷം ബാലകൃഷ്ണപിള്ള സാറ് ഒത്തിരി കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. ഈ കത്തെഴുതിയത് സരിതയുടെ തന്നെ കീഴ്പ്പടിയിലെഴുതിയത്. പിന്നാണ് ഗണേഷ് കുമാർ എന്നെ കാണാൻ വരുന്നതും എന്നോട് സംസാരിക്കുന്നതൊക്കെ പിന്നീടാണ് തുടങ്ങിയത്. ശരി, എവിടെ വെച്ചാൽ ഗണേഷ് കുമാർ കണ്ടത്? ഗണേഷ് കുമാർ എന്നെ കൊട്ടാരക്കരയിലും പിന്നെ നമ്മുടെ ഏനാത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് എന്നെ കണ്ടത്. ആദ്യം അന്ന് അദ്ദേഹം ഈ മുടി ഉള്ള മുട്ട അടിച്ചിട്ടായിരുന്നു. അന്ന് എന്താ സിനിമയ്ക്ക് ആക്ട് ചെയ്യാനോ എന്തോ അങ്ങനെ മാറ്റിയതായിരിക്കും. അപ്പം അങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതുപോലെ പിന്നെ ഔദ്യോഗിക വാഹനത്തിലാണോ വന്നത്? ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് വന്നത്. വന്നിട്ട് ഒരു സൈഡിൽ നിർത്തി. അന്നേരം പ്രദീപ് ഇറങ്ങിയിട്ട് വന്നത് പിന്നെ വക്കീൽ അദ്ദേഹം തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അവൻ പറഞ്ഞ് സാറ് വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ പേരൊക്കെ ചോദിച്ചു. ഞാൻ അറിഞ്ഞു, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തോണമെന്ന് പറഞ്ഞു. അത് ബാക്കി കാര്യങ്ങളെല്ലാം പ്രദീപ് പറഞ്ഞു. നമുക്കൊരു മിഷൻ അടുത്ത ഉള്ളതെന്ന് പറഞ്ഞു. ആ മിഷനിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പ്രദീപ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ. ആ സമയത്തേക്ക് ഇയാളുടെ മന്ത്രിസ്ഥാനം പോയില്ലേ? ഏത്? ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം പോയില്ലേ?
മന്ത്രിസ്ഥാനമൊക്കെ പോയി. മന്ത്രി ആയില്ല. MLA വണ്ടിയിലാണ് വരുന്നത്. MLA വണ്ടി തന്നെ, മന്ത്രി ആയിട്ടില്ല. അല്ല, രാജിവെച്ചിട്ട് നിൽക്കുകയാണ് അച്ഛനോട്ടുള്ള പ്രശ്നം. അതെ, അച്ഛനെ രാജിവെച്ച് നിൽക്കുക. അന്നേരം നമുക്കൊരു വലിയൊരു ഇതിൻ്റെ ഒരു മിഷനുണ്ട്. ആ മിഷനിലേക്കാണ് നമ്മൾ ഇനിയും പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പ്രദീപ് കാര്യങ്ങൾ അതിനുശേഷമാണ് പണം തന്നിരുന്നോ? ഗണേഷ് കുമാർ പണം തന്നെ. ഗണേഷ് കുമാർ പണം എനിക്ക് പ്രദീപിനടുത്ത് കൊടുത്തു വിട്ട് തന്നിരുന്നത്. എങ്ങനെയായാലും പണം എത്തിക്കൊണ്ടേയിരുന്നു. അതിലൂടെ അന്നേരമാണ് ശരണ്യ മനോജും കൂടെ രംഗത്ത് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ എൻ്റെ ബന്ധുവാണ് ഇത്, പുള്ളി ഇവർ രണ്ടുപേരെ ആ ഫെനി വിശ്വസിച്ച് നിൽക്കേണ്ടത്, വേറെ ആര് പറഞ്ഞാലും കേൾക്കരുത്, ഇവർ ചെയ്യുന്നതെല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ ഈ പൈസ അടയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പ്രദീപ് ബിജു രാധാകൃഷ്ണൻ്റെ ആളായിരുന്ന ഫെനി അഡ്വക്കേറ്റ് ഫെനി പിന്നീട് സരിതയുടെ ആളാകുന്നു, പിന്നീട് KV ഗണേഷ് കുമാറിൻ്റെ ആളായി മാറുന്ന ഒരു ചിത്രമാണ് ഇങ്ങനെ കൊണ്ടിരുന്നത്. അപ്പം ഇതിന് ശേഷം ഈ കേസ് സരിതയുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? KV ഗണേഷ് കുമാർ കാണുന്നുണ്ട്, സംസാരിക്കുന്നു? ഞാൻ പറയാറുണ്ടായിരുന്നു, എന്നോട് പറയുകയും ചെയ്യുമായിരുന്നു ഗണേശ് ഏട്ടൻ പറയുന്ന പോലെ ചെയ്യാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ കേസിൻ്റെ സംബന്ധമായിട്ട് കാര്യത്തിൻ്റെ എല്ലാം പൈസ അടയ്ക്കുന്ന കാര്യം അതെല്ലാം ഈ ഗണേഷ് കുമാറാണ് ഫുള്ള് പൈസ സപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ കൊണ്ടുവരും, ഇവിടുന്ന് അത് ഞാൻ വാങ്ങിക്കും, അത് കൊണ്ടുവന്നിട്ട് വേറെ കോടതികളിൽ അടയ്ക്കും, പിന്നെയും വേറെ പൈസ വരും. ഇങ്ങനെ അതെല്ലാം ഈ പ്രദീപും ശരണ്യ മനോജും ആയിരുന്നു പൈസ ഡീലിങ്സ് എല്ലാം. എവിടുന്നാണ് കൊണ്ടുവന്നൊന്നും ഒരു ഐഡിയയും പറഞ്ഞില്ല, പക്ഷേ പൈസ എല്ലാം കൊണ്ടുവരുമായിരുന്നു. ലക്ഷക്കണക്കിനുള്ള പൈസകളാണ് അവർ പെട്ടി നിറച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവരും, ഇവിടെ കേസിന് സംബന്ധിച്ചിട്ടൊക്കെ ഞങ്ങളുടെ ഫീസ് തരും, പിന്നെ ഇവർ ഞങ്ങൾക്ക് പോകാനുള്ള ചിലവ് തരും, എല്ലാം അടുത്ത ദിവസം വീണ്ടും അടുത്ത പെട്ടി വരും. അങ്ങനെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അന്നേരം പിന്നെ ഇത് ഇങ്ങനെ കുറേ കാലം പൊയ്ക്കൊണ്ടിരുന്ന ശേഷമാണ് ഇവർക്ക് തോന്നലായി, ഇനിയിപ്പം ഈ ഗണേഷ് കുമാർ മന്ത്രിയാവുന്ന ലക്ഷണം കാണുന്നില്ല, ഇതിനകത്ത് ഒരു സംഭവം കാണുന്നില്ല. ഉമ്മൻചാണ്ടി സാറ് ഒരു നിലപാട് കറക്റ്റായിട്ട് എടുക്കുന്നില്ല. അപ്പം എന്നോട് ശരണ്യ മനോജും പ്രദീപും പറഞ്ഞു, വക്കീലത ഇനി നമുക്ക് കുറച്ച് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട, സാർ ഏതായാലും മന്ത്രി ആവത്തില്ല, എന്നാൽ പിന്നെ നമുക്ക് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു, അത് നമ്മളെ സാറ് പറഞ്ഞ് നമുക്കൊരു മിഷൻ ഇതിന് വേണം, അതിനുവേണ്ടി നമ്മൾ ഇനി ഫോൺ ചെയ്യുന്നതും ഒക്കെ നമ്മൾ വേറെ രീതിയിലായിരിക്കണം, നമുക്ക് കോഡ് പേടുള്ള പേരുകളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു, ഇനി സാറ് പ്രദീപ് സാറിന് വിളിക്കരുത്, പ്രദീപ് സാറിൻ്റെ പേര് ഇനി പൈലി എന്നാണ്, പൈലി. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ഇങ്ങനെ ഒരു പേര് ഇപ്പോൾ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ, അതങ്ങനെ പറഞ്ഞെങ്കിലേ ഉള്ളൂ പ്രദീപ് അല്ലാതെ മനസ്സിലായി, അല്ലെങ്കിൽ സാറിൻ്റെ വായിന്ന് ഇനി പൈലിനെ വീരാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പ്രദീപ് നിങ്ങൾക്ക് മനസ്സിലാക്കണം ആരാന്ന്, വേറെ ആൾക്ക് പിടി കിട്ടരുത്. ഈ പ്രദീപ് എന്ന് പറയുന്ന പേരങ്ങ് പ്രദീപ് എന്ന് എല്ലാവർക്കും പിടി കിട്ടും, ഇത് പൈലി ആരെന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല ആരെന്ന്. അങ്ങനെ വരുന്നത്. അപ്പം ഇതിന് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം. ഗണേഷ് കുമാറിന് പേരുണ്ടായിരുന്നോ? ഗണേഷ് കുമാറിന് പേരിട്ടിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇവരായിരുന്നു എൻ്റെ ഏജൻസായിട്ട് പ്രവർത്തിച്ചിട്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പൈലി, അങ്ങനെ അദ്ദേഹത്തിന് പൈലി എന്നൊരു പേരങ്ങ് വീണു. അപ്പം ഗണേഷ് കുമാർ സാർ പറഞ്ഞു ഏറ്റവും നല്ല പേരാണ് വീണിരിക്കുന്നത്, ഇവന് ഈ പേര് തന്നെ പറ്റിയ പേരെന്ന്, പ്രദീപിനേക്കാളും നല്ല പേര് ഇവന് ഇടാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം ശരണ്യ മനോജ് എന്നോട് പറഞ്ഞത്, നിങ്ങളൊരു പത്രസമ്മേളനം നടത്തണം. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്താ, അതെല്ലാം സരിത പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. സരിത പറഞ്ഞു തരും എന്താണെന്നുള്ള കാര്യം. ഞാൻ ഈ കോടതിയിൽ കൊടുത്ത മൊഴിയിലുണ്ടായിരുന്ന കത്തിലുണ്ടായിരുന്ന നേതാക്കന്മാരുടെ പേരുകൾ അങ്ങേക്ക് അറിയുള്ളതാണല്ലോ? എനിക്ക് എല്ലാവരുടെയും പേര് അറിയാമായിരുന്നു, എല്ലാം പേരുകൾ എനിക്കറിയാമായിരുന്നു. കൂടുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലായിരുന്നോ ഇടതുപക്ഷ രാഷ്ട്രീയം? എല്ലാവരുടെ മിക്സ്ഡ് ആയിരുന്നു. BJP-കാരും ഉണ്ടായിരുന്നു? എല്ലാം മിക്സ്. BJP-കാരുണ്ടോ കോൺഗ്രസ് ഇതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എല്ലാവരും ഇപ്പോഴും വിചാരിക്കുന്നത് അതൊരു കോൺഗ്രസ് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസ്സുകാരൊന്നും അല്ലായിരുന്നു അതിനകത്ത്, പല രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു, സിനിമയിലെ മഹാനടന്മാർ വരെ ഉണ്ടായിരുന്നു. മഹാനടന്മാർ കുറച്ചേ ഉള്ളൂ. അവർ വരെ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അതെല്ലാം ഒതുക്കി, ബിഗ് ഗംസ് എല്ലാം ഒതുക്കി അതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. ഉണ്ടാക്കിയ ശേഷം ഞാനിത് വായിച്ചു, ഫുള്ള് 21 പേജ് കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഈ കോൺഗ്രസിൻ്റെതായി പുറത്തു വന്ന പേരുകാരൊക്കെ തെറ്റുകാരായിരുന്നു. ഏതേ കുറച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പുറത്തു വന്നല്ലോ, അതൊക്കെ തെറ്റുകാരായതുകൊണ്ടല്ലേ പേര് വന്നത്. പിന്നെ കുറെ പേര് നിരപരാധികളും ഉണ്ടായിരുന്നത്. ഇപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ സോളാർ കേസ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന് മാത്രമായിട്ട് കൺഫൈൻഡ് ആയിട്ട്. ഞാൻ സംശയിച്ചോട്ടെ, ഈ ബിജു രാധാകൃഷ്ണൻ സരിതയെ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു? അങ്ങനൊന്നും അല്ലായിരുന്നു. ബിജു രാധാകൃഷ്ണൻ വേറെ ഒരു ലെവലിലേക്ക് അങ്ങ് പോവുമായിരുന്നു. ഇവരുടെ സമ്മതപ്രകാരമാണ് എല്ലാം ഇവരുടെ എല്ലാം സമ്മതം. പക്ഷേ പൈസ ബിജു രാധാകൃഷ്ണൻ കൊണ്ടുപോയതാണ്. ഇവർ പ്ലാൻ ചെയ്തു, പൈസ ഇവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പൈസ മൊത്തം പോയത് ബിജു രാധാകൃഷ്ണൻ അത് ഡൈവേർട്ട് ചെയ്ത് പോയപ്പോഴാണ്. അതാണ് ഈ വഴക്കിൻ്റെ
അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇത്രയും പേരുള്ള ആളുകളുമായി ഇവർക്ക് ശാരീരികമായ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. പീഡനമൊന്നും അല്ലല്ലോ, അവരുടെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമായിരുന്നല്ലോ. അങ്ങനെ അതിനെ വാഗ്ദാനം നൽകിയിട്ടുള്ളതാണെന്നാണ് ഇത് കേസ്. പക്ഷേ വേറെ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ സോളാർ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ കുറച്ച് പേരുടെ മേലെ കൺഫേൺ, അങ്ങനൊന്നും അല്ല. ഇതിനകത്ത് പലവരും ഉണ്ട്. ഈ സോളാർ കേസ് 50% പോലും വെളി വന്നിട്ടില്ലല്ലോ. 50% മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ആക്ച്വലി ചിലരൊരു അജണ്ട സെറ്റ് ചെയ്തു, ആ അജണ്ടയ്ക്കുള്ളിലെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ട് ഇത് അജണ്ടയിൽ വെളിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ വേറെ ഉള്ളവർ എല്ലാവരും പേരിക്കും ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇല്ല, ഞങ്ങളുടെ ആൾക്കാരില്ല, എല്ലാ ആൾക്കാരും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും അന്നും പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയുന്നത്. ഈ കഥയിൽ യഥാർത്ഥ വില്ലൻ നമ്മൾ വിചാരിക്കുന്ന പോലെ CPM ഒന്നുമല്ല, ഒരു പ്രാദേശിക പാർട്ടിയും ഒരു നേതാക്കന്മാരൊന്നും അല്ല, ഒരു പേട്ടി പെട്ടെന്നൊന്നും അല്ല, പല രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇത് ഡ്രാഫ്റ്റ് ചെയ്തത് നമ്മളൊക്കെ വിചാരിക്കുന്നത് CPM ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. സത്യത്തിൽ ഇത് മുഴുവൻ ഇതിന്റെ മാസ്റ്റർ പ്ലാൻ, ഇതിന്റെ തിരക്കഥ, ഇതിന്റെ സംവിധാനം, ഇതിന്റെ ഫണ്ടിങ് എല്ലാം നടത്തിയത് ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവാണ്. അതത്രേ ഉള്ളൂ. അത് അയാൾക്ക് അതിൻ്റെതായ ഗുണം പിന്നീട് കിട്ടി, എക്സ്പ്ലോട്ടേറ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയെന്നേ ഉള്ളൂ. ശരി, അതെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ആരോപണം വരും, മറ്റേ രാഷ്ട്രീയ പാർട്ടി അതിനെ മുതലെടുക്കുമല്ലോ. അതായത് ഇപ്പം അതിപ്പം CPM ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എടുക്കും, കോൺഗ്രസ് വന്ന് അവർ മറ്റേത്, അതിപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത് എല്ലാവരും വിചാരിക്കുന്ന ഇത്ര ആൾക്കാർ ഇതിനകത്തുള്ളെന്നാ, ഇതൊന്നും അല്ല. ഇതിനേക്കാളും കൂടുതലായിട്ട് വാസ്റ്റായിട്ട് കടൽ പോലെ കിടക്കുക. ഈ സരിത ഗണേഷ് കുമാറിനെ വിശ്വസിച്ചതുകൊണ്ടാണല്ലോ ഗണേശ് ഏട്ടൻ പറയുന്നത് പോലെ ചെയ്യൂ എന്ന് പറഞ്ഞത്. അതെ അതെ. ആ വിശ്വാസം ഇപ്പോഴും ഉണ്ടോ? ആ വിശ്വാസം ഇപ്പം ഇല്ലെന്നാ എനിക്ക് മനസ്സിലാകാൻ പറ്റിയത്. പിന്നെ ഇനി അതിന് പുറകെ വേറെ എന്തെങ്കിലും ഏജൻ്റായിട്ടുള്ള കാര്യം ഉണ്ടോയെന്ന് കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ബേസിക്കലി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് വരാൻ ഇതിനകത്ത് വരച്ചതിന് കാരണം എല്ലാം ഈ ഗണേഷ് കുമാർ തന്നെ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു, മന്ത്രിസ്ഥാനം ഏതായാലും കിട്ടിയില്ല, ഇതിനെ കാരണക്കാർ ഇതിനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായില്ലേ, അത് ഫെനിക്ക് സരിത പറഞ്ഞു തരുമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് അത് ഞങ്ങളൊരു പത്രസമ്മേളനം നടത്താൻ തിരുവനന്തപുരത്തോട്ട് പോകാൻ പറഞ്ഞു. ശരി, അതാണ് ഇതിൻ്റെ ടേണിംഗ് പോയിന്റ്. സരിതയ്ക്ക് ജാമ്യം കിട്ടി, ജാമ്യം എല്ലാം കിട്ടി, എല്ലാം വേണം. അങ്ങനെ ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ തിരുവനന്തപുരത്തോട്ട് പോയി. വഴിക്ക് വെച്ച് അതിനകത്ത് അവിടെ വെച്ച് ശരണ്യ മനോജ് ഒരു എൻവലപ്പിനകത്ത് ഇത് കവർ ചെയ്ത് ഞങ്ങളെ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് രണ്ടുപേരും കൂടെ അത് വായിച്ചിട്ട് നിങ്ങളങ്ങ് സരിതയുടെ വീട്ടിൽ പോകണം, അതിനുശേഷം പത്രസമ്മേളനം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ ചെന്നപ്പം ഞാൻ ചോദിച്ചു ഇതിനകത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഇനി നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പേജസിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു. പഴയ കത്തിന്റെ തുടർച്ചയാണോ പുതിയതായിട്ട് എഴുതിയതാണോ? ആ പഴയ കത്ത് തന്നെ വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറേ പേജും കൂടെ. അങ്ങനെ കൈയേഷൻ ശരിയാവുന്നത്? കൈയേഷൻ സരിതയുടെ തന്നെ. ആരെഴുതി? സരിത തന്നെ എഴുതി. നിങ്ങളറിയാതെ, ഫെനി അറിയാതെ എഴുതി. എന്നോട് പറഞ്ഞ്, ഞാൻ ചോദിച്ചു ഇതെന്താ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ. ഞാൻ പറഞ്ഞു അയ്യോ ഇത്രയും പേര് ഇതിനകത്തൊക്കെ കുറേ പേരുടെ പേരുകളൊക്കെ എക്സ്ട്രാ കിടക്കുന്നുള്ളൂ പറഞ്ഞു. ആ ഫെനി അത് പിന്നെ ഗണേശേട്ടൻ പറഞ്ഞ് അത് എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ ഇത് എവിടെ പോയി എഴുതി? ഇത് എന്നെക്കൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് മാറ്റാൻ ഒക്കത്തില്ല, ഹാൻഡ് റൈറ്റിംഗ് അത് വെച്ച് നിങ്ങളെ എഴുതാൻ ഒക്കത്തുള്ളൂ, അത് ഹാൻഡ് റൈറ്റിംഗ് എഴുതി. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഈ പത്രസമ്മേളനം ഞാൻ നടത്താൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. സരിത എവിടെ വെച്ചാൽ എഴുതി കൂട്ടിച്ചേർത്തത്? ഇത് ശരണ്യ മനോജിന്റെ വീട്ടിൽ വെച്ച്. ഓ, പിന്നെ അത് സരിതയുടെ കയ്യിൽ കൊടുത്തു വിടാതെ പിന്നെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചത്? അല്ല, ശരണ്യ മനോജിന്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ട് ഇവർ പത്രസമ്മേളനം നടത്താനായിട്ട് പോയി. അതിനകത്ത് വെച്ച് എത്തിയ ശേഷമാണ് ശരണ്യ മനോജ് അവരുടെ ഇനോവ കാറെ വന്നിട്ട് ഇത് ഞങ്ങൾക്ക് തരുന്നിട്ട് അത് രണ്ടുപേരും കൂടെ വായിച്ച് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വീട്ടിൽ ചെന്ന് പത്രസമ്മേളനം നൈറ്റിലായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് ഞങ്ങൾ എത്രയും വീട്ടിൽ ചെന്ന് ഞാൻ നോക്കിയപ്പോഴത്തെ ഇതിൻ്റെ കൂടെ എല്ലാം ഞാൻ ഇത് എന്താ അതെല്ലാം ഗണേശേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ പോയി നടക്കത്തുള്ളൂ, നമ്മളേതായാലും മുങ്ങി, നമ്മളെല്ലാത്തിനും മുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ പത്രസമ്മേളനത്തിന് വരുന്നില്ല. ഞാൻ പറഞ്ഞ് പോയി പത്രസമ്മേളനം പെനി വരുത്തില്ലെങ്കിൽ പിന്നെ ഞാനും വരത്തില്ല, ഇതിലാണ് വലിച്ചു കയറി ഞാൻ ദൂരേക്ക്. ഞാൻ പറഞ്ഞു വേണ്ട, ഏതായാലും അവർ തന്നില്ലെന്ന് പറഞ്ഞ് കയ്യെ വെച്ചു, ഏതായാലും ഇതിനടുത്തൊന്നും വെളി കാണിക്കണ്ട, പത്രസമ്മേളനം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കയ്യെ വെച്ചുകൊണ്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്താനായിട്ട് പോയി. പത്രസമ്മേളനം നടത്താൻ പോയി സമയത്ത് ഇത് അവിടെ ഭയങ്കര മീഡിയക്കാരുമായിട്ട് ഭയങ്കര ബഹളം നടന്ന സമയത്ത് ഇവർ ആ കവർ ചെയ്യുന്ന കത്ത് എടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ച് സരിത ഏതാണ്ട് എന്തോ ഒന്ന് വായിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് തിരിച്ച് അതിനകത്ത് തന്നെ വെച്ചപ്പോഴത്തേക്ക് ഈ ക്യാമറ പവർഫുൾ ക്യാമറ ആയിരുന്നു. അത് അതിനകത്ത് ജോസ് കെ മാണിയുടെ പേര് ലാസ്റ്റ് കണ്ടു. അവരന്നേരം തന്നെ എടുത്ത് ചോദിക്കുകയും ചെയ്ത് ജോസ് കെ മാണിയുടെ പേര് അതിനകത്ത് കാണുന്നുണ്ടോ. അങ്ങനെ ഇവർ പറഞ്ഞു ജോസ് കെ മാണിയുടെ പേരൊന്നുമില്ല, നിങ്ങൾ ചുമ്മാതെ ഉണ്ടാക്കിയെടുത്തതാന്ന് പറഞ്ഞു.
യഥാർത്ഥ ജോസ് മാണിയുടെ പേര് ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ജോസ് കെ മാണിയുടെ പേര് സരിത എഴുതിയതാണോ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ നിർദ്ദേശപ്രകാരം എഴുതിയത്. സരിത എഴുതിയതില്ല. എന്നോട് പറഞ്ഞു സരിത എഴുതിയതാണ്, ഇവരാ എന്നെ കൊണ്ട് ഇത് എഴുതിപ്പിച്ച് ഇനിയിപ്പം നമുക്ക് ചെയ്യണം, എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫെനി തീരുമാനിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു, ഞാൻ പത്രസമ്മേളനത്തിൽ വരുന്നില്ല. പിന്നെ അവസാനം ഞാൻ വരുന്നു വന്നപ്പോഴത്തേക്ക് അവരും പറഞ്ഞു അവരും പോത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ശരണ്യ മനോജ് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് വോലൻ്റായി. പിന്നെ എന്തിനാ പത്രസമ്മേളനം നടത്തി നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നാണക്കേട് വരുത്തണം, ഗണേശ് ചേട്ടൻ്റെ നാണക്കേടാവുമെന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഞങ്ങളൊരു പ്ലാൻ ഇട്ട് ഇത് ഏതായാലും വെളിയിലോട്ട് ഇറക്കണ്ട, നമുക്ക് ചെന്നിട്ട് പത്രസമ്മേളനം നടത്താം. അവരെടുത്ത് കാണിച്ച് അവരത്രയും പ്രതീക്ഷിച്ചില്ല. അന്നേരം അതിനകത്ത് ലാസ്റ്റ് പേജിൽ ജോസ് കെ മാണി എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് തന്നെയായിരുന്നു. ജോസ് കെ മാണിയുടെ പേര് ഇവർ ആഡ് ചെയ്ത് എഴുതിയായിരുന്നു. ഈ ജോസ് കെ മാണിയുടെ പേര് ആദ്യം പറഞ്ഞ് എഴുതി കൊടുത്ത 21 പേജുള്ള പേജിൽ ഉണ്ടായിരുന്നു, അതിനകത്തില്ലായിരുന്നു. പിന്നീടാണ് ഈ എക്സ്ട്രാ കാര്യങ്ങളെല്ലാം അതിനകത്ത് വന്നത്. അതിന് ശേഷമാണ് ഇത് ഈ വെളി വന്നപ്പോഴത്തേക്ക് ജോസ് കെ മാണി ഇങ്ങനെയായി. അത്യാവശ്യം മാണി സാറ് വിളിച്ചെന്നോട് ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. ഞാൻ പറഞ്ഞ് ചുമ്മാതെ പറയാം, അവരെ ഇതെല്ലാം കൂടെ ആരാണ്ട് എഴുതി മീഡിയക്കാരുണ്ടാക്കിയത് അതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങ് വെപ്രാളമൊക്കെ ആയി. മോന് എന്തോ അതിന് പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ല. അതിനേതായാലും അതവിടെ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അത് കൈരളി പേപ്പർ അവരുണ്ടാക്കി എഴുതിയാന്നുള്ള രീതിയിൽ അങ്ങ് ആയി. അതിനുശേഷമാണ് ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് അതിനകത്ത് ഈ ഗണേഷ് കുമാർ എഴുതിക്കൊണ്ട് തരുന്ന പേപ്പറിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട്, ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരുണ്ട്, എല്ലാവരുടെ പേരും അതിനകത്തുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ വിവരം ആക്ച്വലി അവർക്ക് സരിത ഇതിനകത്ത് അത്ര ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു ഈ കാര്യങ്ങൾ പറയാൻ. പക്ഷേ ചിലപ്പോൾ അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും. ഇവർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലെ വാഗ്ദാനങ്ങൾ കൊടുത്തു കാണും, ഇത് ചെയ്യും നിൻ്റെ ഭാവിക്ക് വേണ്ടി നല്ല. എല്ലാവരുടെയും ഞങ്ങൾ രണ്ടുപേരും വളരെ സമ്മർദ്ദത്തിലാണ് അന്നേരം നിന്നത് ഫുള്ള്. എന്നിട്ട് പോലും ഇതെടുത്ത് വെളി കാണിക്കാത്ത രീതി ഞങ്ങൾ സേഫായിട്ട് വെച്ചിട്ട് പോയത്. പിന്നെ ഇതിനെ ഡിസ്കസ് ചെയ്തിട്ട് മതി. അന്നേരം സരിതയുടെ അമ്മ അവിടെ നിന്ന് പറയുകയുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് ഇത് പറയുമ്പോൾ അത് കാണിക്കുന്നത് ശരിയല്ലെന്ന് അന്നേരം ആ അമ്മ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങളിത് കയ്യത്തിന് വെച്ചിരിക്കുന്നു. പക്ഷേ ഇത് എടുത്തതാണ് ഈ പ്രശ്നമായി പോയത്. അതിൻ്റെ ശേഷം ആണ് ഇതിൻ്റെ ഒരു ഒരു ട്വിസ്റ്റ് മാറിയ ശേഷമാണ് ഈ സരിത നായരെ അവർ ഗണേഷ് കുമാറും അവരെല്ലാം എന്തോ ക്യാൻവാസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയ രീതിയിൽ പിന്മാറ്റം വധിച്ചവരാണ് ഈ കാര്യങ്ങൾ വഷളായത്. അതായത് ഞാനിനി ഇതിൽ നിന്നൊരു സപ്പോർട്ട് എനിക്ക് കിട്ടത്തില്ല, ഞാനിത് ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെയാണ് ഇവർ വേറൊരു അഡ്വക്കേറ്റിനെ കൂടെ വെച്ചുകൊണ്ട് ഇത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി. അന്നേരമാണ് ഈ സോളാർ കമ്മീഷൻ ഇതൊക്കെ മൊഴിയെടുപ്പുകളെല്ലാം വന്നിട്ട് സോളാർ കമ്മീഷനിലെ ഇതിനകത്ത് വലിയൊരു കളി കളിച്ചത് ആ സോളാർ കമ്മീഷനിലെ ശിവരാജൻ, അതാണ് നമ്പർ 1 ഫ്രോഡ്. അദ്ദേഹം പല തവണ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പീഡിപ്പിച്ച ആളുകളുടെ എല്ലാം പേര് പറയണം, ഇത് വളരെ ആവശ്യമാണ്, എനിക്ക് ആവശ്യമാണ്. അതുപോലെ ബിജു രാധാകൃഷ്ണനെയും ക്യാൻവാസ് ചെയ്ത് നോക്കിയായിരുന്നു. ബിജു രാധാകൃഷ്ണൻ പിന്നെ അത് ഓപ്പൺലി മീഡിയയിൽ പറഞ്ഞായിരുന്നു പല തവണ. അദ്ദേഹത്തിന് എല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതിൻ്റെ മസാലയായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞാൽ കൊടുത്താൽ മതിയെന്നാണ്. ഇപ്പം ഞാൻ മൊഴി കൊടുക്കാൻ എനിക്ക് അത്ര ഒരു അമ്മിക്കുള്ളതെന്ന് പറഞ്ഞില്ല, മൊഴി കൊടുക്കണം, ഇതുപോലെ പറയണമെന്ന് എന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. ഈ ശിവരാജൻ കമ്മീഷനെ വെക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ്, എന്നിട്ടും അയാൾക്ക് കൂറ് ഉമ്മൻചാണ്ടിയുടെ അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ രീതിയായിരുന്നു. അദ്ദേഹത്തിന് ഈ കഥകൾ കേൾക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം, താല്പര്യം. എന്നിട്ട് ഞങ്ങളോട് പറയായിരുന്നു ഇതൊക്കെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ് ഇത് തന്നെ മൊഴി കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ എന്തിനാണ് സാറ് പറയുന്നത് മൊഴി കൊടുക്കുന്നത്. അന്നേരമായിരുന്നു ബിജു രാധാകൃഷ്ണൻ മീഡിയ വന്നത്. സെക്രട്ടറി സോളാർ കമ്മീഷൻ സെക്രട്ടറിയും വിളിച്ച് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞാൽ ഇതുപോലത്തെ മൊഴികൾ കൊടുക്കണമെന്ന്. അങ്ങനെ കൂടെ ഞങ്ങൾക്ക് മനസ്സിലായി ശിവരാജൻ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോയെന്ന കാര്യം എനിക്കും സരിതയ്ക്കും അന്നേരം പിടികിട്ടി. ഇത് ശരിയാവത്തില്ല, ഇതിനി ഇതിൽ ആരോ പൊളിറ്റിക്കൽ ഇന്റർവെൻസ് വന്നിട്ടുണ്ട്. ആരോ എന്നല്ല, നിങ്ങൾക്കും വേണ്ടുന്നത് തന്നെയല്ലേ, നിങ്ങളും ഗണേഷ് കുമാറിനെ പോലെ നിൽക്കുന്നത്. ഫെനിയും സരിതയും അപ്പോഴും ഗണേഷ് കുമാറിനെ ഗണേഷ് പറയുന്നോട് ചെയ്യട്ടെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചു. പക്ഷേ ഈ ട്വിസ്റ്റ് വന്ന ശേഷം ഞാൻ ഒരു ലേശം പുറമോട്ട് വലിച്ചപ്പോഴാണ് ഇത് ട്വിസ്റ്റ് മാറിയത്. അന്നേരമാണ് ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പേര് വെളിയിലോട്ട് വരികയും പിന്നെ ഉമ്മൻചാണ്ടി സാറ് ക്ലിഫ് അവസരത്തിലൂടെ പിടിപ്പിക്കുകയും മറ്റത്. അപ്പോൾ ഇത് എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൻ്റെ ഈ കേന്ദ്ര എപ്പിസെൻറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഗണേഷ് കുമാർ സാറ് മന്ത്രിയാവാത്തതാണ്. ഇതാണ് എൻ്റെ എപ്പിസെൻറ്റർ. അല്ലെങ്കിൽ ഇതിനകത്ത് ഈ എന്തിനും പേരുകളൊന്നും അതിനകത്തില്ലായിരുന്നു. വന്നതിന് ശേഷം എന്തോ ആയി അവസാനം അദ്ദേഹം മന്ത്രിയായില്ല, ആവശ്യമുള്ളവരുടെ പേരുകൾ അതിനകത്ത് വരികയും ചെയ്ത് ഈ ഒരു കുറ്റം ചെയ്യാത്ത ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരാണ്
പുള്ളി അതിനകത്ത് ഈ പി സി ജോർജ് എവിടുന്ന അതിനകത്ത് കടന്നു വരുന്നത്? പി സി ജോർജ് ഞാനത് കണ്ടു. പി സി ജോർജ് ഒരു ചുക്കും അറിയത്തില്ല, അതാണ് സത്യം. അത് നിങ്ങൾ മീഡിയക്കാരെ മനസ്സിലാക്കണം. പി സി ജോർജ് നിങ്ങൾ എന്തും അറിയാതെ, പി സി ജോർജ് ഒരു ചുക്കും അറിയത്തില്ല. പി സി ജോർജ് സർജാരെ നമ്പർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പതിനഞ്ചാരെ അടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജോലി.